ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ അവസാന നിമിഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിലും ഉപകാരപ്പെടും. സപ്ലി ഇല്ലാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അതായത് പാസ് മാർക്ക് എന്ന് പറയുന്ന 24 മാർക്കിന് മുകളിൽ നിങ്ങൾ മാർക്ക് മേടിക്കുക. നിങ്ങൾക്ക് മതിയായിട്ടുള്ള ഇന്റേണൽസ് ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതുവരെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ പോയി കാണുക. ഗ്രൂപ്പ് എ കാർക്കുള്ള 4 മൊഡ്യൂളിന്റെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഐഡിയയും ഇല്ലാതെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക. കൊണ്ടുവയ്ക്കുന്നതല്ല, തെറ്റിദ്ധരിക്കരുത്, ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് പേപ്പർ എടുക്കുക. ഇമ്പോർട്ടന്റ് പേപ്പർ എടുത്തിട്ട് ഞങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സ് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഗ്രൂപ്പ് ബി ആൻഡ് സിക്ക് മൊഡ്യൂൾ 1 പ്രധാനപ്പെട്ട ടോപ്പിക്സ് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. അപ്പോൾ ആ പേപ്പറിൽ ഫസ്റ്റ് റാങ്ക് ഓഫ് എ മെട്രിക്സ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് എഴുതുക. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഗോസ് എലിമിനേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. രണ്ടാമത്തെ പോയിന്റ് 3, 4 എന്ന് പറയുന്ന ഏജന്റ് വെക്ടേഴ്സും ഏജന്റ് വാല്യൂസും ഡയഗണലൈസേഷനും ആണ്. ഈ 4 പോയിന്റ് ആണ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് പഠിക്കാനുള്ളത്. സമയം താമസിച്ചിട്ടില്ല, ആ ഒരു പേപ്പറിൽ നേരെ അതിലെ ഇക്വേഷൻസ് എഴുതുക. ഫോർ എക്സാമ്പിൾ, റാങ്ക് ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ എന്താണ് ചെയ്യേണ്ടത്? 0 ആക്കണം, 0 ആക്കണം, അത് എഴുതാം. 3 മാർക്ക്. അത് കഴിഞ്ഞ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണെങ്കിൽ ഏതാണ് ഇക്വേഷൻ? എന്താണ്? AX=B അല്ലേ? പഠിച്ചിട്ടില്ലേ? AX=B. X എന്താണ്? XY/Z. A എന്താണ്? അതിന്റെ കോഎഫിഷ്യൻസ്. B എന്താണ്? RHSലെ വാല്യൂസ്. പ്രോബബിലി 0 അതെങ്ങനെ ചെയ്യുന്നു? കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ചെയ്യാം. അത് ചെയ്തി വെച്ചാൽ മാർക്കാണ് മക്കളെ. ഇനി അടുത്ത എന്താ? ഏജന്റ് വാല്യൂസ് ആൻഡ് ഏജന്റ് വെക്ടേഴ്സ്. അത് എന്താണ് മെത്തേഡ്? അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? അതിൽ നിന്ന് ലാംഡ എങ്ങനെ കണ്ടുപിടിക്കും? S1 എന്താണ്? S2 എന്താണ്? S3 എന്താണ്? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവസാനം കിട്ടുന്നത് എങ്ങനെ? ഇനി ഡയഗണലൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ്? അതായത് ഈ ഇക്വേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു പാടുമില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇതുപോലെ മൊഡ്യൂൾ 2 എടുക്കുക, മൊഡ്യൂൾ 3 എടുക്കുക. ഈ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഒരൊറ്റ മെത്തേഡ് മനസ്സിൽ പഠിച്ചു പോയാൽ മതി. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ മെത്തേഡ് അനുസരിച്ച് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഴുതാൻ പറ്റും. ഫൈനൽ ആൻസർ തെറ്റുന്നെങ്കിൽ ഇങ്ങനെ തെറ്റട്ടെ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാൻ വെറുതെ അല്ല പറയുന്നത്. ഞാൻ KTUവിലെ സിലബസ് അനുസരിച്ച് നിങ്ങളുടെ 2024 2019 അനുസരിച്ച് CET നിന്ന് 9+ CGPA വെച്ച് പാസ്സായ ഒരാളാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും S1 വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാസ് ഈ രീതിയിൽ എല്ലാ മൊഡ്യൂളും ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് 1 മണിക്കൂറിൽ കാര്യം കഴിയും. നാളെ രാവിലെ എണീച്ചത് റിവൈസ് ചെയ്യുക. ഞാൻ പറയുന്നത് ഒട്ടും പഠിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾക്ക് പാസ് മാർക്ക് ഉറപ്പിക്കാം, സപ്ലി വരില്ല, 100% ട്രസ്റ്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.